ജ്യോതിസ്സുകളായി നാം പ്രകാശിക്കും ഈ ലോകത്തിൽ, ജ്യോതിസ്സുകളായി നാം പ്രകാശിക്കും ഈ ലോകത്തിൽ, ജീവവചനത്തോടെ അവന്റെ ജ്യോതിസ്സുകളായി. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരമാണ്: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. അന്ധകാരവൃതമായ ഈ ലോകത്തിൽ പ്രകാശം പകരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇന്ന് ലോകത്തിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഏറെയാണ്. അഴിമതി, അക്രമം, ചൂഷണം, പീഡനം, ഭീകരപ്രവർത്തനങ്ങൾ, യുദ്ധം ഇവയൊക്കെ ഇന്ന് വർദ്ധിച്ചു വരുന്ന അന്ധകാര പ്രവർത്തികൾ ആണ്. കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മതജീവിതത്തിലും എല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഉണ്ട്. സ്വന്തം ലാഭത്തിനു വേണ്ടി മാതാപിതാക്കളെന്നോ മക്കളെന്നോ കൂടപ്പിറപ്പെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു. പണവും അധികാരവും ഉള്ളവൻ എല്ലാം കൈയടക്കി വാഴുന്നു. മതത്തിൻ്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയും യുദ്ധം ചെയ്തും നിരപരാധികളെ കൊല്ലുന്നു. ജീവിക്കുവാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം 10,000-ത്തിലധികമാണ് എന്നൊരു വാർത്ത കാണുകയുണ്ടായി. ഈ വിധത്തിൽ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും? ഇരുട്ടിനെ ശപിക്കുവാൻ എളുപ്പമാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനും നാം മിടുക്കരാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ അല്പമെങ്കിലും വെളിച്ചം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഫിലദൽഫിയ നഗരത്തിലെ അന്ധകാര വഴികൾ പ്രകാശമാനമാക്കിയ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. വൈദ്യുതി വിളക്കുകൾ ഒന്നും കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിൽ കൂടി രാത്രിയിൽ സഞ്ചരിക്കുന്നവർക്ക് അപകടം ഉണ്ടാകുക സാധാരണം ആയിരുന്നു. അതോടൊപ്പം ഇരുട്ടിൻ്റെ മറവിൽ പതിയിരിക്കുന്ന കവർച്ചക്കാരും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഫ്രാങ്ക്ലിൻ തൻ്റെ വീടിന് മുൻപിൽ എല്ലാ സന്ധ്യകളിലും ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് ഇടുമായിരുന്നു. അതിൽ നിന്ന് വരുന്ന പ്രകാശം അതുവഴി രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനപ്രദമായി തീർന്നു. ഫ്രാങ്ക്ലിൻ്റെ ചുറ്റിലുമുള്ള ഭവനക്കാരും ഈ മാതൃക സ്വീകരിച്ചു. അങ്ങനെ ഫിലദൽഫിയയിലെ തെരുവീഥികൾ മുഴുവൻ ദീപങ്ങൾ തെളിച്ച് പ്രകാശമാനമാക്കി. ഇന്ന് നാമോ വിളക്കണച്ചും സ്ട്രീറ്റ് ലൈറ്റുകൾ എറിഞ്ഞ് ഉടച്ചും ലോകത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലായിടങ്ങളിലും വെളിച്ചം പകരുവാൻ നമുക്ക് കഴിയില്ല. എങ്കിലും നാം ജീവിക്കുന്ന ഇടങ്ങളിൽ വെളിച്ചം പകരുവാൻ നമുക്ക് കഴിയും. എങ്ങനെ? മത്തായി 5:16 ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവൃത്തികളിൽ കൂടി ചുറ്റിലും പ്രകാശം നൽകുവാൻ നമുക്ക് കഴിയും. അതിൽ കൂടി സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും. പ്രകാശം പകർന്നു കൊടുക്കാവുന്ന ചില വഴികളെക്കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ആർദ്രതയുടെ പ്രകാശം. ക്രൂരത കൊണ്ട് അന്ധകാരമായിരിക്കുന്ന ഈ ലോകത്തിൽ ആർദ്രതയുടെ പ്രകാശം പരത്തുവാൻ നമുക്ക് കഴിയണം. യേശു ആർദ്രതയും ദയയും ഉള്ളവനായിരുന്നു. രോഗികളെയും ദുഃഖിതരെയും കണ്ട യേശുവിൻ്റെ മനസ്സ് അലിഞ്ഞു. മത്തായി 14:14 വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ യേശു അവരുടെ രോഗികളെ സൗഖ്യമാക്കിയതായി വായിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിയുള്ളവർ ആകുവിൻ. 2, നീതിയുടെ പ്രകാശം. ദൈവം നീതിയുടെ ദൈവമാണ്. എന്നാൽ ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന വിശ്വാസിയോ അനീതിയുടെയും അധർമ്മത്തിൻ്റെയും പാതയിൽ കൂടി സഞ്ചരിക്കുന്ന ഈ ലോകത്തിൽ നീതിമാനായ ദൈവത്തിൻ്റെ മക്കളായി നീതിയുടെ വെളിച്ചം പകരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. 3, പ്രത്യാശയുടെ പ്രകാശം. യേശു ലോകത്തിൻ്റെ പ്രത്യാശയാണ്. 38 വർഷമായി രോഗത്തിന്
രോഗത്തിന് അടിപ്പെട്ട് കുളക്കരയിൽ കിടന്ന മനുഷ്യനും 12 വർഷമായ രക്തസ്രവത്താൽ തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും സൗഖ്യമാകാതിരുന്ന സ്ത്രീയും, ഇവർക്ക് കർത്താവ് സൗഖ്യം നൽകി, ജീവൻ നൽകി, പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് അവരെ നടത്തി. വിവിധ സാഹചര്യങ്ങളിൽ നിരാശ അനുഭവപ്പെട്ട് കഴിയുന്ന അനേകര നമ്മുടെ മുൻപിൽ ഉള്ളത്. നമ്മുടെ സാന്നിധ്യം കൊണ്ടും സാന്ത്വനം കൊണ്ടും കരുതൽ കൊണ്ടും ഇവർക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. 4. ജീവൻ്റെ പ്രകാശം. മരണത്തിൻ്റെ ഭീകരശക്തികൾ താണ്ഡവമാടുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പീഡനവും അക്രമവും യുദ്ധവും എല്ലാം മരണത്തിൽ കലാശിക്കുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ജീവൻ്റെ അനുഭവത്തെ സാക്ഷിപ്പാനായി വിളിക്കപ്പെട്ടവരാണ് നാം. ജീവൻ പ്രാപിക്കാത്തിടത്തോളം നമുക്ക് ജീവൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ജീവൻ പ്രാപിപ്പാനായി നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. കർത്താവേ, നിന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് എൻ്റെ നല്ല പ്രവൃത്തികളിൽ കൂടി ഈ ലോകത്തിന് പ്രകാശം നൽകുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഇരുളിൽ ഒരു മിന്നൽ പോലെ ജീവവാക്കിൻ വെളിച്ചം, ലോകത്തിനു മാർഗം കാട്ടാൻ നാമായി മാറി ജ്വാലകൾ. ജ്യോതിസ്സുകളായി നാം പ്രകാശിക്കുമി ലോകത്തിൽ, ജ്യോതിസ്സുകളായി നാം പ്രകാശിക്കുമി ലോകത്തിൽ. ജീവവെച്ചണത്തോടെ അവന്റെ ജ്യോതിസ്സുകളായി